ഇസ്രയേലും അമേരിക്കയും ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ലയുടെ പുതിയ മുന്നറിയിപ്പിനെ അങ്ങനെ കുറച്ചു കാണുവാനും ഉദ്ദേശിക്കുന്നില്ല. അയൺ ഡോം തകർക്കാനുള്ള വഴി ഞങ്ങൾക്കറിയാം എന്ന ഹിസ്ബുള്ളയുടെ ഭീഷണി നെതന്യാഹുവിന് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ ഉരുണ്ടുകൂടുന്ന പുതിയ സാഹചര്യങ്ങളെ ഏറെ ഉദ്യോഗത്തോടു കൂടിയാണ് ലോകം നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത് മുതൽ തന്നെ ലബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ള കാര്യമായ അലോസരം ഉണ്ടാക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. അതായത് ഒരു ചെറിയ ശക്തി വലിയ ശക്തിയായി ലോകരാജ്യങ്ങളെ തന്നെ എതിർത്ത് നിൽക്കാൻ കഴിവുള്ളതായി വളർന്നുയരുന്നു എന്ന് വേണം പറയാൻ. ഹിസ്ബുള്ളയെ അങ്ങനെ ചെറുതായി കാണാൻ ഈ ഘട്ടത്തിൽ ഇസ്രായേൽ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ മര്യാദകളൊന്നും ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് ഹിസ്ബുള്ള തലവൻ്റെത് ഇസ്രായേൽ അതേ രീതിയിൽ തന്നെ കാണുന്നത്. എന്ത് വില കൊടുത്തും ഹിസ്ബുള്ളയും നശിപ്പിക്കണമെങ്കിൽ നശിപ്പിക്കാം എന്ന ആ ഒരു ആവേശത്തോടു കൂടിയും വാശിയോടുകൂടിയും തന്നെയാണ് നിലവിലിപ്പോൾ ഇസ്രായേലും ഉള്ളത്. ഷെല്ലാക്രമണത്തിലൂടെയും ബോംബാക്രമണത്തിലൂടെയും ചെറിയ സൈനിക നടപടികളൊക്കെ നേരത്തെ ഇസ്രായേൽ ലബനന് നേരെ നടത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെയും ലബനൻ സൈന്യത്തിലെ പ്രധാന നേതാക്കളെയും വകവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇസ്രായേലിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. ഷിയ വിഭാഗമായ ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രുള്ള പരിധികളില്ലാത്ത യുദ്ധമുണ്ടാക്കും എന്ന മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. വ്യാപകമായ പരിധികളില്ലാത്ത യുദ്ധങ്ങളിലേക്ക് ഹിസ്ബുള്ള കടക്കുമെന്ന് ഹസൻ നസ്രുള്ള പറയുമ്പോൾ സ്വാഭാവികമായും വലിയ ആശങ്ക ഇസ്രായേലിനും അമേരിക്കയ്ക്കുമുണ്ട്. അമേരിക്കയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ള എന്താണ് എന്ന കൃത്യതയും വ്യക്തതയും ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് പ്രധാനം. ലബനൻ ഇസ്രായേൽ യുദ്ധ അന്തരീക്ഷം ഉണ്ടായാൽ സ്വാഭാവികമായും അത് ഒരുപാട് തലങ്ങളിലേക്ക് വ്യാപിക്കും. ഇറാൻ വെറുതെ ഇരിക്കില്ല എന്ന വ്യക്തവുമാണ്. ലബനന് നേരെ ഇസ്രായേൽ ആക്രമണം നടന്നാൽ വളരെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ തങ്ങൾ മുന്നിലുണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഹൂതികൾ വളരെ സമരോത്സാഹത്തോടു കൂടി തന്നെ ചെങ്കടലിൽ വലിയ ശക്തിയായി മാറുകയുമാണ്. ഇറാഖിലാണെങ്കിൽ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് വളരെ സജീവവുമാണ്. ഇപ്പോൾ തന്നെ ഈ ഹൈഫയ്ക്കെതിരെ ആക്രമണം നടത്തി അവർ രംഗത്ത് ശക്തമാണ്. അതായത് ഇസ്രയേല് ഇനി ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതെല്ലാം അവർ മുൻകൂട്ടി കണ്ട് മാത്രമേ ഇറങ്ങുകയുള്ളൂ. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഒരു അന്ത്യം, അതൊരു വിജയ അന്ത്യം തന്നെ ആയിരിക്കും. അങ്ങനെ ആ ഒരു വിജയം അന്ത്യം കണ്ടതിന് ശേഷം മാത്രമേ, അതിലേക്ക് എത്താനുള്ള വഴികൾ കണ്ടതിന് ശേഷം മാത്രമേ ഇറങ്ങുകയുള്ളൂ എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ബന്ദികളെ കൂടി പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരം ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നത്. ഇതുവരെ ലബനന് ആയുധം നൽകിക്കൊണ്ടിരുന്ന ഇറാനാണ് എന്നായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആരോപണം. പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഒക്കെ വലിയൊരു തകർച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയിലും ഇറാന് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. അങ്ങനെയെങ്കിൽ എവിടെ നിന്നാണ് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കിട്ടുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഇസ്രായേൽ നഗരമായ ഹൈഫയുടെ ഡ്രോൺ ദൃശ്യം പുറത്തുവിട്ടിരിക്കുകയാണ് ഹിസ്ബുള്ള. ഡ്രോൺ ദൃശ്യം പുറത്തുവിടുന്നതിലൂടെ തുറമുഖത്തിനടുത്തുള്ള പാർപ്പിട സമുച്ചയങ്ങളും ജനങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഏരിയകളും തങ്ങൾ ആക്രമിക്കുമെന്നുള്ള സൂചനകളും ഭീഷണിയും കൂടിയാണ് ഹിസ്ബുള്ള നൽകിയത്. ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതിനായി ഇസ്രായേൽ സൈപ്രസ് തുറമുഖത്തിന്റെ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ പോലും സൈപ്രസിന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇടപെടരുത് എന്നും അങ്ങനെ വന്നാൽ അത് സൈപ്രസിന് വലിയ തോതിൽ ദോഷം ചെയ്യുമെന്നും ഹസൻ നസ്രുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. Malayali Warta Plus, like, share and subscribe.